അപ്പോൾ പൊടി ഉൾപ്പെടെ എടുത്ത് നിനക്ക് വേണ്ടി എത്ര നീ കടിച്ചു, ഒറ്റക്കടി. ഓക്കെ, ബാക്കി കണ്ടു വിടണം. പൊടി എങ്ങും വിടല്, ദേഹത്തൊന്നും തൊടുകയും ചെയ്യരുത്, ഒറ്റ ബൈറ്റ്. എടുക്ക്, അതെടുക്ക്. നമ്മുടെ ജോളോ ചിപ്പ് വന്നു, ലോകത്തിലെ ഏറ്റവും സ്പൈസി ആയിട്ടുള്ള ഇത് വന്നു. എന്താ സംഭവിച്ചത്? എന്താ സംഭവിച്ചു? നമ്മുടെ ജോളോ ചിപ്പ് വന്നു, ലോകത്തിലെ ഏറ്റവും സ്പൈസി ആയിട്ടുള്ള ഇത് വന്നു. അപ്പൊ നമ്മുടെ ജോളോ ചിപ്പ് കിട്ടി, അതിന്റെ പൈസ കൊടുത്തു. അതെ, ഞങ്ങളത് മണ്ടല ഇട്ടത്തുള്ളായിരിക്കും. അപ്പൊ അത് കിട്ടി. റെഡി ടു ട്രൈ ഷാലോൺ? The world's spiciest. ഞാനിവിടെ നോക്കാം, ഞാൻ കഴിക്കുന്ന കണ്ടുകൊണ്ടിരിക്കും. പപ്പ റെഡിയാണല്ലേ ട്രൈ ചെയ്യാൻ? ഹലോ എവരിവൺ, വെൽക്കം ബാക്ക് ടു അനദർ വ്ളോഗ് ഓഫ് മല്ലു മമ്മ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇസ് ക്വൈറ്റ് ഇൻട്രസ്റ്റിംഗ്. കാരണം ഇപ്പോൾ യൂട്യൂബിൽ ട്രെൻഡിങ്ങും വൈറലും ഒക്കെ ആയിക്കൊണ്ടിരിക്കുന്നത് നമ്മുടെ ജോളോ ചിപ്പ് ചാലഞ്ചാണ്, ദ വേൾഡ്സ് സ്പൈസിയസ്റ്റ് ചിപ്പ്. ഓക്കെ, അപ്പോൾ നമ്മൾ എന്നാ ചെയ്യാൻ പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ, ഞങ്ങൾക്ക് ആക്ച്വലി ഓർഡർ ചെയ്തപ്പോൾ ഞങ്ങൾ ആക്ച്വലി സ്റ്റോക്സ് ഒക്കെ നോക്കിയപ്പോഴത്തേക്ക് എല്ലാം അൺഅവൈലബിൾ ആയിരുന്നു ജോളോ ചിപ്പ്. അപ്പോൾ ഞങ്ങൾ എന്തും സണ്ണച്ചൻ രണ്ടും കൽപ്പിച്ച് ഓൺലൈനിൽ ഓർഡർ കൊടുത്തു. അത് ആക്ച്വലി 7th വരത്തതെന്നുള്ളതായിരുന്നു നമുക്ക് കിട്ടിയിരുന്നത്. അപ്പോൾ ഞങ്ങൾ 5th തിരിച്ച് ദുബായിക്ക് പോവുകയാണ് നാട്ടിൽ നിന്ന്. അപ്പോൾ അത് കിട്ടാനുള്ള പ്രതീക്ഷ ഒന്നുമില്ലായിരുന്നു, പക്ഷേ അപ്രതീക്ഷിതമായി നമുക്കത് കിട്ടിയിരിക്കുകയാണ് ഇന്ന്. ഓക്കെ, നാളെ ഞങ്ങൾ പോകും, ഇന്ന് ഞങ്ങൾക്ക് കിട്ടി. സോ ഞങ്ങളത് ട്രൈ ചെയ്യാൻ പോവാം. ആ ട്രൈ ചെയ്യുന്നത് നമ്മൾ ടെൻഷനെ വിളിക്കും. ഓക്കെ, അത് ഞാൻ വെച്ചാൽ ഞാൻ എഫക്റ്റ് എടുത്തില്ല, സണ്ണച്ചൻ വിളിച്ചു പറഞ്ഞാൽ മതി. ഓക്കെ, ടെൻഷനെ വിളിക്കാൻ പോവാം. ടിൻച എവിടെയാ? ടിൻച അത്യാവശ്യമായിട്ടൊന്ന് വരാവോ ഇങ്ങോട്ട്? വിളിക്കുന്നു, പപ്പ വിളിക്കുന്നു, അത്യാവശ്യമായിട്ടൊന്ന് വരാൻ പറയുന്നു ഇങ്ങോട്ട്. ഓക്കെ ഓക്കെ, അത് കഴിഞ്ഞിട്ട് ഇങ്ങോട്ട് വരണേ. ഓക്കെ, ബൈ. അപ്പൊ ടിൻചാൻ അറിയത്തില്ല അതിനെ പറ്റി. സോ വിൽ മേക്ക് ഹിം ട്രൈ ദിസ്. നമുക്ക് സാധനം എന്തായാലും പൊട്ടിച്ചു നോക്കാം. പൊട്ടിച്ചു നോക്കണോ? ഇപ്പോഴേ കവർ കാണാമല്ലോ. അതിന്റെ കവറിന്റെ ഒരു ഭീകരാവസ്ഥ എല്ലാവരും ഇങ്ങനെ പറയുന്നുണ്ട്. അപ്പൊ പറയുന്നത് കളിപ്പീരാന്ന്. അപ്പേ റെഡിയാണ് ട്രൈ ചെയ്യാൻ. നമ്മൾ ട്രൈ ചെയ്യാൻ പോവാം. മൂന്നെണ്ണം. The last ship challenge. ശവപ്പെട്ടിയുടെ ഷേപ്പ് ആയിരുന്നു കേട്ടോ. പപ്പയ്ക്ക് ഇത് അണ്ടർവെയറിന്റെ കവറായിട്ട് തോന്നി. ആക്ച്വലി ശവപ്പെട്ടി ഷേപ്പാണ്. അതിനകത്ത് ജോളോ ചിപ്പ് അതിനകത്ത് ആക്ച്വലി കണ്ടപ്പാ ഇതിനകത്താണെങ്കിൽ ഈ ഒരു സാധനമേ ഉള്ളൂ, ഒറ്റ സാധനമേ ഉള്ളൂ ഇതിനകത്ത്. ഒരു ചിപ്പേ ഉള്ളൂ ഇതിനകത്ത്. ഫിയർ ദ റീപ്പർ കണ്ടോ? റീപ്പറിന്റെ ഒക്കെ എന്നാ ഇത് വെച്ചിട്ടാണ്. ദ റീപ്പർ ഇസ് വെയിറ്റിംഗ്. നമുക്ക് അവസാനമായിട്ട് പറയാൻ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെയാ ചോദിക്കുന്നത്. കണ്ടോ, ഇത് ഡെഡ്ലി ചിപ്പ്. ഈ മാരകമായ ചിപ്പ് നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ? ഇതാണ്, ഇത് കാരോലിന റീപ്പർ പേപ്പർ ആണ്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അതാണ് ലോകത്തിലെ ഏറ്റവും സ്പൈസിയസ്റ്റ് ആയിട്ടുള്ള മുളക്. ഇതാണോ വാട്ട് ടു എക്സ്പെക്ട്? ഷോർട്ട് പപ്പ ട്രൈ ചെയ്തതിനെ പറ്റി
പപ്പ ഇപ്പം കൊടുത്ത ട്രൈ ചെയ്തോളൂ. നോക്ക്, ഷോർട്ട് ടേം ലോസ് ഓഫ് സ്പീച്ച്. കാരണം എരിവ് കഴിച്ചു കഴിഞ്ഞാൽ പിന്നെ കുറച്ച് നേരം നമ്മൾ വെച്ചോണ്ടിരിക്കുമല്ലോ. പിന്നെ മൗത്ത് ഓൺ ഫയർ, പിന്നെ ഇമ്പയർഡ് വിഷൻ ഫ്രം ടിയേഴ്സ്. ഓ മൈ ഗോഡ്, ഇങ്ങനെ കരഞ്ഞ് 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 നമ്മളൊരു പരുവാവും. പിന്നെ എന്ന് വെച്ചാൽ എക്സ്ട്രീം പ്രൊഫാനിറ്റി, കാരണം നമ്മൾക്ക് ഒന്നും മനസ്സിലാവാത്ത രീതിയിലായി പോയി എരിവ് കാരണം, എരിവ് കൂടിയിട്ട്. പിന്നെ RIP, റെസ്റ്റ് ഇൻ പീസ്. അതിന്റെ പുറകെ എഴുതിയിരിക്കുന്നുണ്ടോ? ആഫ്റ്റർ ദിസ് ഹെൽത്ത് ഷുഡ് ബി ഈസി. അപ്പൊ നമ്മളെ കുറ്റം അത് അറിയത്തില്ല. ആർക്കൊക്കെ ട്രൈ ചെയ്യാൻ പറ്റും. Do not if you are sensitive to spicy foods, allergic to peppers, nightshades or capsicum, or are pregnant or have any medical condition. കുറച്ച് കഴിച്ചു നോക്കാം. Keep out reach of children. വയ്യാതെ കിടക്കുമല്ലാണ് കഴിക്കലെന്ന്. ആരെയും ബുദ്ധിമുട്ടിയാതെ കൊണ്ടുപോയിക്കോളൂ. അമ്മ എന്തുകൊണ്ട് കഴിച്ചു? After touching the chip, wash your hands with soap and do not touch your eyes or other sensitive areas. Eat at your own risk. Not for the faint of heart. Not everyone will enjoy the extreme heat. Not for the faint of heart. അപ്പോൾ അവന് പറഞ്ഞിട്ടില്ല കേട്ടോ, അവൻ ലോലനാ. ശാലോ നീ കഴിക്കണടാ. ഈ ഒരു ചിപ്പിന്റെ കവർ എടുത്ത് അമ്മ ഒന്ന് കാണിക്കും. അമ്മയുടെ റിയാക്ഷൻ ഒന്ന് കാണട്ടെ. ഇത് ആദ്യം കഴിക്കേണ്ട വരുമോ? എന്നാ പിന്നെ എൻ്റെ വയറ് കത്തി. എന്നാ എല്ലാരും പറയുന്നത്. അമ്മ അമ്മ ഇതെന്താ അമ്മ ഉണ്ടാക്കുന്നത്? ഇത് കണ്ടോ അമ്മ? അമ്മ അമ്മ ചേമ്പുപ്പേരിയൊക്കെ നമുക്ക് കൊണ്ടുപോകാൻ വേണ്ടി ട്രൈ ചെയ്യാണ്. ആരുമില്ല കേട്ടോ, ചേമ്പുപ്പേരി ഉണ്ടാക്കുന്നത്. ഇത് കണ്ടോ? അമ്മേ ഇത് കണ്ടോ? ട്രൈ ചെയ്യുന്നു. പപ്പ ടിനിച്ചാൻ ടിൻസൻ ഇതിനെപ്പറ്റി ഞങ്ങൾ ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്തില്ല. ടിൻസൻ ഇതിനെപ്പറ്റി അറിയത്തില്ല. എന്നാലേ കറക്റ്റ് എക്സ്പ്രഷൻ നമുക്ക് കിട്ടത്തുള്ളൂ. അമ്മ ഉണ്ടാക്കി കറി വരെ കഴിച്ചിട്ട് പിന്നെയാണോ ചിപ്പ് എന്ത്? ചിപ്പ് ജോള ചിപ്പ്. എനിക്ക് വേണ്ട ചോള ചിക്കൻ. അമ്മ ഒന്ന് ട്രൈ ഇച്ചിരി ഒരു പൊടിക്ക് കഴിച്ചു നോക്കണം. ഇവളെങ്ങനെ കിടക്കാൻ പറ്റില്ല കേട്ടോ. അപ്പഴത്തെ കിച്ചു കമോൺ നമ്മുടെ സെറ്റപ്പ്. സോ നമ്മൾ ജോള ചിപ്പ് സെറ്റ് വെച്ചിട്ടുണ്ട്. അപ്പോൾ ടിൻഷാണ് നമ്മൾ ഐസ്ക്രീമും കാര്യങ്ങളൊക്കെ വാങ്ങിച്ചുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എന്തിനാന്ന് പറഞ്ഞിട്ടില്ല. പക്ഷെ എന്തായാലും ഇത് കാണുമ്പോൾ ഈ സെറ്റപ്പൊക്കെ കാണുമ്പോൾ ഏത് പൊട്ടറാണെങ്കിലും മനസ്സിലാവുമല്ലോ. അഗി ആണോ? അതെന്താ നല്ല പ്രശ്നമാണോ? അപ്പോൾ ടിൻഷാൻ വന്നിട്ടുണ്ട്. കൊച്ചുമാമ എങ്ങനെ ഉണ്ടെങ്കിൽ പണി വാളും കേട്ടോ, അവനെങ്ങനെ എടുത്ത് കഴിക്കും തീരും. അപ്പോൾ നമുക്ക് ടിൻഷാനെ ഇപ്പോൾ ചോദിക്കും എന്തോ താടാ എന്നൊക്കെ ചോദിക്കും. എന്തോ പണി വരാതെ ടിൻഷാന് മനസ്സിലായിട്ടുണ്ട്. ഈ ഐസ്ക്രീമിന്റെ പേരേ വേസ്റ്റ് ആണ്. ഇത് കഴിച്ചോണ്ടല്ലേ ഗുണം ഉണ്ടാവോ? കക്കുച്ചിപ്പോത്തില്ല. ആരും തടയല്ലേ കഴിക്കപ്പാ. തൽക്കാലം 2 പാക്കറ്റാണ് പൊട്ടിക്കുന്നത്. ഒരെണ്ണം പൊട്ടിക്കാം, പിന്നെ ഒരെണ്ണം പൊട്ടിച്ചാൽ അങ്ങനെ മതി. ഒരെണ്ണം പൊട്ടിച്ചിട്ട് എല്ലാരും പിന്നെ ആവശ്യമുണ്ടെങ്കിൽ വീണ്ടും പൊട്ടിക്കുക, വീണ്ടും പൊട്ടിക്കുക. അതുകൊണ്ട് ഏറ്റവും പിന്നെ പൊട്ടിച്ചാൽ മതി. ഓക്കെ പരിപാടി തുടങ്ങാം. അപ്പൊ ഞങ്ങൾ പൊട്ടിക്കാൻ പോവാണ്. ഇവിടെയാണ് എന്റെ ഓപ്പണിംഗ് ഉള്ളത്. പൊടി ഓക്കെ. അയ്യോ പൊടി കൂട്ടി വേണം കഴിക്കാം. നമ്മളെ മൊത്തം ഓപ്പൺ ചെയ്യും. ഓപ്പൺ ചെയ്യാണ്. ഒരു മിനിറ്റ്. അത്ര കാഹളം മുഴങ്ങി. ഈശ്വര, ഇതാണ് ഒരു പീസ്. പകുതിയേ ഉള്ളൂ. കിച്ചു മൊത്തം ഓപ്പൺ ചെയ്യും. പൊടിയുടെ മുക്കി, പൊടിയുടെ മുക്കി, പൊടിയുടെ മുക്കി. ഓടിച്ചു.
കഴിക്കാം എല്ലാവരും ഒരുമിച്ച് കഴിക്കണം ഞാൻ കഴിഞ്ഞു ആദ്യമായിട്ട് വരുമ്പോള് സ്നേഹത്തോടെ വാച്ചിരിച്ചോ ഞാൻ എന്തോ സ്നേഹമായി ഇത് മുക്ക പൊടി മുക്ക ഓ കഴി ഇപ്പോഴൊന്നും അറിയത്തില്ല. അയ്യോ വെള്ളം കുടിക്കുമ്പോ കൂടുവാ. പരിപാടിയില്ല പൊടിയില്ല ഇവിടെ ഐസ്ക്രീം കഴിച്ചു പഞ്ചസാര കഴിച്ചപ്പോ തേങ്ങ കുടിക്കുന്നു. ഞാനൊരു ലോല ഹൃദയ എനിക്കൊന്നും താങ്ങാൻ പറ്റുന്നില്ല. കണ്ണറിയുന്നു ടിൻചാന്റെ അപ്പൊ യോഗ ചെയ്യണോ? ഞാൻ സ്പൂൺ പഞ്ചസാര കഴിക്കാൻ പോവാണ്. അതാരും കഴിച്ചില്ല ഫ്രൈ ചെയ്യാം നാട്ടുകാർ തട്ടിക്കാൻ പറ്റിക്കാൻ പപ്പ ചുമ്മാ പറയുന്ന നാക്കും ചുണ്ടൊക്കെ ഇങ്ങനെ അവരൊന്നും വിട്ടായിരിക്കുവോ? അല്ലല്ല വ്ളോഗിനായിട്ട് തള്ളുന്ന വലിയ അടിയില്ല. അല്ല ഒരെണ്ണം പൊട്ടിച്ചിട്ട് ആരും ഒറ്റയ്ക്ക് കഴിച്ചില്ലല്ലോ. വലിയ എരിവായിട്ടൊന്നുമില്ല. ഞാനിതുവരെ വെള്ളം കുടിച്ചില്ല, ഐസ്ക്രീം കുടിച്ചില്ല, ഒന്നും കഴിച്ചില്ല. വലിയ എരിവൊന്നുമില്ല. ഞാൻ ആ പൊടി കൂട്ടി തന്നെയാണ് കഴിച്ചത്. കഴിച്ചു കഴിയുമ്പോഴാണ് അതാ ഞാനും പറഞ്ഞു എന്തെങ്കിലും കഴിച്ച് കഴിയുമ്പോഴത്തേക്ക് നല്ല എരിവ് വരും. ഐസ്ക്രീം അല്ല ഐസ്ക്രീം കഴിക്കുമ്പോഴായിരുന്നു തോന്നുന്നത്. ഒറ്റയ്ക്ക് കഴിച്ചിട്ട് എരിയില്ല. ഇല്ല അമ്മച്ചിന് മാത്രം വലിയ എഫക്റ്റ് ഇല്ലെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എന്നൊക്കെ പറയുന്നത് കണ്ടായിരുന്നു. എരിയില്ലെന്ന് പറഞ്ഞു. അങ്ങനെയൊക്കെ ഇരിക്കണം. അപ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് കഴിക്കുമ്പോൾ വലിയ പ്രശ്നമില്ല. പക്ഷെ കഴിച്ചിട്ട് ഒരു എരി ചെറുതായിട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ വലിച്ചു വാരി ഐസ്ക്രീമും മധുരമുള്ളതൊക്കെ കഴിക്കില്ലേ, അപ്പോൾ എക്സ്ട്രാ എരിവ് നമുക്ക് ഫീൽ ചെയ്യും. ഇപ്പം കഴിച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയി, പക്ഷേ എരി നാക്കിൽ നിന്ന് പോകുന്നില്ല. എരിവുണ്ട്. അപ്പം നമ്മുടെ റിനോ ചാച്ചനും വന്നു. റിനോ ചാച്ചനും അടുത്ത് ട്രൈ ചെയ്യാൻ പോവാണ്. അപ്പം നാളെ ഞങ്ങൾ തിരിച്ചു പോകുന്നുണ്ട്. ഇവിടെ എല്ലാവരും ഉണ്ട്. സോ രാവിലെ ടിൻചാനും ഞങ്ങളെല്ലാവരും ട്രൈ ചെയ്തു. ഇപ്പോഴത്തെ ലുട്ടൻ, നമ്മുടെ അക്കിക്കുട്ടൻ, പിങ്കി മോൾ ട്രൈ ചെയ്തു. ഇനിയിപ്പോൾ റിനോ ചാച്ചൻ ട്രൈ ചെയ്യാൻ പോവാണ്. അത് നിങ്ങൾ കാണും. അപ്പം അങ്ങനെയൊക്കെയാണ് കാഴ്ചകൾ. നമ്മളൊരു ജോളോ ചിപ്പ് പൊട്ടിക്കുവാണ്. ചാവയ്ക്ക് എന്താ സംഭവിച്ചത്? എന്ത് സംഭവിച്ചു? അയ്യോ പൊടി പൊടി പൊടി. അപ്പോൾ ഇന്നത്തെ നമ്മുടെ സ്പെഷ്യൽ വ്ളോഗ് ഇവിടെ അവസാനിക്കുവാണ്. സോ വി ആർ ഫ്ലൈയിങ് ബാക്ക് ടു ദുബായ് ആൻഡ് വിൽ മിസ് ദ നാട്. അപ്പോൾ അങ്ങനത്തെ കുറച്ച് ഇമോഷണൽ സംഭവങ്ങളൊക്കെ ഉണ്ട്. ആൻഡ് ഞങ്ങൾ നാളെ പോകുമ്പോൾ എന്തായാലും വ്ളോഗ് ചെയ്യാൻ ശ്രമിക്കും. അപ്പോഴത്തെ ഇമോഷൻസൊക്കെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ലെന്ന് അറിയില്ല. ബട്ട് എനിവേസ് അപ്പോൾ അടുത്ത വ്ളോഗ് ഞങ്ങളുടെ എന്തായിരിക്കും, പ്രോബബ്ലി നാട് വിടുന്നതായിരിക്കണം. തിരിച്ച് ദുബായിലോട്ട് പോകുന്നതായിരിക്കണം. സോ അതുവരെ എല്ലാവർക്കും ടാറ്റാ ബൈ ഫ്രം മല്ലു മമ്മ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ ഞങ്ങളിത് ദുബായിലെത്തി. മുമ്പേ കണ്ട ജോളോ ചിപ്പ് വീഡിയോ ഇല്ലായിരുന്നു, അതിൻ്റെ ഒരു സെക്കൻഡ് പാർട്ട് പോലെയാണ്. അതിനകത്ത് തന്നെ ഞങ്ങൾ ആഡ് ചെയ്ത് വിടും. കാരണം കാര്യം എന്ന് വെച്ചാൽ ഇവിടെ നമ്മുടെ റീന ടീച്ചറില്ലേ, റീന ടീച്ചറിന് ജോളോ ചിപ്പ് ഒന്ന് ട്രൈ ചെയ്യണം. അപ്പോൾ ജസ്റ്റ് അവൾക്ക് ഇതെന്തുവാ സംഭവം ഒന്നും അറിയത്തില്ല. ഞാനൊരു വീഡിയോ വെക്കുവാണ്, അപ്പം കണ്ടു നോക്ക്. നാട്ടിലെല്ലാവരും ഇങ്ങനെ കുറച്ച് പകുതി കഴിച്ചുള്ളൂ. റീന ടീച്ചർ ഫുള്ളായിട്ട് കഴിക്കാൻ തുടങ്ങിയിട്ട് ചാലഞ്ചായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം.
അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ ഇന്ത്യയിൽ മാത്രം കിട്ടുന്ന ജോളോ ചിപ്പ്. ഞാൻ ഒരെണ്ണം ദുബായിലേക്ക് കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ ജസ്റ്റ് അത് നമ്മുടെ റീന ടീച്ചർ ഒന്ന് ട്രൈ ചെയ്യാൻ പോവാണ്. ട്രൈ ചെയ്തില്ലേ? ഫുള്ള് കഴിക്കുക, ഹാഫ് കഴിച്ചു നോക്ക്. ഓക്കെ, അപ്പോൾ ഹാഫ് ഞാൻ പൊട്ടിച്ച് കൊടുക്കാൻ പോവാണ്. അപ്പോൾ പൊടി ഉൾപ്പെടെ എടുത്ത് നിനക്ക് വേണ്ടി എത്ര നീ കടിച്ചു, ഒറ്റ കടി. ഓക്കെ, ബാക്കി കണ്ടു വിടണം. പൊടി എങ്ങ് വിടല്, ദേഹത്തൊന്നും തൊടുകയും ചെയ്യരുത്. ഒറ്റ ബൈറ്റ് എടുക്ക്, അതെടുക്ക്. ഒരു കടി കടിച്ചിട്ട് അവിടെ തന്നെ വെച്ചോണം. കീപ് ഇറ്റ് ബാക്ക്. അപ്പോൾ റീന ടീച്ചർ അത് കഴിച്ചു. നമ്മൾ ബാക്കി അടച്ചു വെച്ചിട്ടുണ്ട്. നല്ലതല്ലേ? ടിഷ്യൂ ബോക്സ്. അപ്പോൾ ഗായ്സ്, മിസ് റീനയ്ക്കൊന്നും സംഭവിച്ചിട്ടില്ല. മിസ് റീന നോർമൽ. അപ്പോൾ ജോളോ ചിപ്പ് ചാലഞ്ച് ദുബായിലെ ക്ലൈമറ്റിൽ ഇത് ഫ്ലോപ്പാണ്. ക്ലൈമറ്റ് ഒന്നുമല്ല, ആണ് ദുബായിലെ ക്ലൈമറ്റിന് അതൊന്നുമല്ല. എനിക്ക് ആ ബഡ് കറക്റ്റ് ആണ്. വെള്ളം കുടി വെള്ളം കുടിക്കില്ല. വെള്ളം കുടിക്കണം. അത് ഒരു ഓറഞ്ച് എന്തെങ്കിലും എടുത്ത് കഴിക്കും, സ്വീറ്റ് സ്വീറ്റായിട്ട് എന്തെങ്കിലും കഴിക്കും. വെള്ളം കുടിക്കേ, സീരിയസ്ലി പോയെന്ന്. അല്ല, വെള്ളം കുടിക്കണ വേണ്ടത് എനിക്ക് അറിയത്തില്ല. ഞാൻ പറഞ്ഞത് എന്തെങ്കിലും എരിവ് കളയാൻ വേണ്ടി കഴിക്കാനാണ്. എന്തോ കളറുണ്ട്. ഇവര് കഴിച്ചപ്പോ ഞാൻ ഇല്ലായിരുന്നു. ഇപ്പൊ എന്റെ നോർമലായി. അപ്പൊ കിച്ചു, വല്ലുമ്മ, ഇത് ഭയങ്കര വേസ്റ്റ് സാധനമാണെന്നാണ് പറയുന്നത്. നമ്മുടെ നാട്ടിൽ ചെയ്ത വീഡിയോ ഒക്കെ ഫ്ലോപ്പ് ആയല്ലോ. എല്ലാരും ഓവർ ആക്ഷൻ ഇട്ട് തകർത്തല്ലോ ഇപ്പം നാട്ടിൽ. മതി സഹിച്ചാൽ മതി. ഇനിയിപ്പോ കുറച്ച് വെള്ളമോ ഐസ്ക്രീമോ തേനോ ഒക്കെ എടുത്ത് കുടിച്ചു. ഭയങ്കര